ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലീല സ്റ്റോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, ഹാർദവമായ സ്വാഗതം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പ്രാർത്ഥന അതിനെപ്പറ്റിയാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ വന്നിട്ട് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇതിൽ പ്രാർത്ഥന കുറഞ്ഞു വരുവാണ്. കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, ദൈവത്തോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന വളരെയധികം കുറഞ്ഞു കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് എല്ലാത്തിനും നമുക്ക് വിടുതൽ തരുന്നത്. എല്ലാത്തിനും ഒരു അനുഗ്രഹം നമുക്കതാണ്. എത്ര പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ മുന്നിൽ വന്നാലും എടുത്താലും ഒക്കെ നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ അതിനൊക്കെ നമുക്ക് കണ്ണി കൊള്ളാനുള്ളത് വിരിയത്ത് കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിൻ്റെ എല്ലാം ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതവും ഞാനും. എനിക്ക് പ്രാർത്ഥന കഴിഞ്ഞുള്ള കാര്യമേ ഉള്ളൂ. എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോ പ്രെയർ റിക്വസ്റ്റ് അയക്കാറുണ്ട്. അവരുടെ വിഷയങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ ഞാൻ ഇടിവിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമുക്ക് മറ്റു തരത്തിൽ സഹായിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലെങ്കിലും ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ടായാലും അവരെ നമുക്ക് സഹായിക്കാം. നമ്മുടെ ചെറിയൊരു പ്രാർത്ഥന പോലും ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിടുതലും അനുഗ്രഹവുമായി തീരും. അപ്പോൾ നമ്മളോട് ഒരാൾ ഒരു പ്രാർത്ഥന ചോദിച്ചാലും എടുത്താലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരിക്കണം. പ്രാർത്ഥിക്കാതെ പോകരുത്. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ അതും പാവമാണ്. അപ്പം നമ്മൾ ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളിൽ കൂടെയൊക്കെ നമ്മൾ പോയിക്കോട്ടെ, നമുക്കതിനൊക്കെ വലിയ വിടുതലും അനുഗ്രഹം തരും നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ. പ്രത്യേകിച്ച് നമ്മൾ അമ്മയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു വിടുതലും അനുഗ്രഹമാണ്. അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു അനുഭവസ്ഥയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥന എന്നൊരു വിഷയം എടുക്കാനെ കൊണ്ട് കാരണമായി തീർന്നത്. ഇന്ന് പ്രാർത്ഥനകൾ കുറഞ്ഞു വരികയാണ് മുക്കാലും. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹിന്ദുക്കളുടെ വീട്ടിലായാലും ക്രിസ്ത്യൻസിൻ്റെയൊക്കെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അപ്പോൾ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്ന സമയത്ത് ഹിന്ദുസിൻ്റെ വീട്ടിലാണെങ്കിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് പിന്നെ രാമരാമ ചൊല്ലുകയും പ്രാർത്ഥനയൊക്കെ സന്ധ്യക്കത്തയുടെ പ്രാർത്ഥനകളെല്ലാം കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലുകയൊക്കെ ചെയ്യും. അങ്ങനെ ക്രിസ്ത്യാനികളുടെ എവിടെ ആയാലും അവർക്ക് സന്ധ്യാപ്രാർത്ഥന, കുരിശ് വരയ്ക്കുക, അങ്ങനെ സന്ധ്യാപ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നത്. പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ അവർക്ക് 5 നേരത്തെ നമസ്കാരമുണ്ട്. അത് അവരും കറക്റ്റായിട്ട് അവരും ചെയ്യും. പക്ഷെങ്കിൽ ഇന്ന് പ്രാർത്ഥന കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് സന്ധ്യാസമയങ്ങളിലെ നിലവിളക്കൊക്കെ കത്തിച്ചു വെക്കും. പക്ഷെങ്കിൽ എന്നിട്ട് എല്ലാവരും ടി വിയുടെ മുന്നിലും കോമഡിയുടെയും സീരിയലിൻ്റെയും ഒക്കെ മുന്നിലായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അത് പല അമ്മമാരും ഒക്കെ അങ്ങനെയാണ് കഴിയുന്നത്. പിന്നെ അവരുടെ മക്കൾക്കും ഒക്കെ സിനിമത്തിയൊക്കെ ഓരോ അബദ്ധനർത്ഥങ്ങളും ഒക്കെ വരുന്നതാണ്. അയ്യോ ദൈവം എന്താ അങ്ങനെ ചെയ്ത്. അപ്പോൾ തൻ്റെ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അവരെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും എല്ലാം വിടുവിച്ച് ദീർഘായുസോടെ ഇരുത്തണമെന്നുള്ള ഒരു അമ്മയുടെ പ്രാർത്ഥന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾക്ക്. മക്കളെങ്ങനെയും ആയിക്കോട്ടെ, നമുക്കത് വിഷയമല്ല. മക്കൾ നമ്മളെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ അതൊക്കെ എന്തും ആയിക്കോട്ടെ, അത് അവരായിട്ട് അത് ദൈവം എന്താണെന്ന് വെച്ചാൽ അവരോട് ചെയ്യട്ടെ. പക്ഷേ നമ്മൾ ജന്മം കൊടുത്തിട്ട മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അവരൊക്കെ എന്ത് കൊള്ളരുതായ്മകളൊക്കെ നമ്മളോട് കാണിച്ചാലും എടുത്താലും ഒരു ഭാര്യ, ഒരമ്മ, അവർ തീർത്തും ഹസ്ബൻഡിൻ്റെ ആയുസ്സിനും കുടുംബത്തിൻ്റെ ഇതിനും മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാം പ്രാർത്ഥിക്കണം. അമ്മമാരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വിലപ്പെട്ടത്. ആ പ്രാർത്ഥനയൊക്കെയാണ് പലരെയും ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കണ്ണിക്കൊള്ളാനുള്ള പിരിയത്ത് കൊണ്ടും ഒക്കെ മാറിപ്പോകുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാം.
എപ്പോഴും പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിരുന്ന്, പ്രത്യേക സ്ഥലത്തിരുന്ന് നമ്മുടെ അല്ലെങ്കിൽ പ്രാർത്ഥനാ റൂമിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന. നമ്മളെ അടുക്കളയിൽ നിൽക്കുന്നോ, നമ്മളെ എവിടെയെങ്കിലും പോകുന്നോ, വഴി യാത്രയിലിരിക്കുന്നോ, പോകുന്നോ, എടുക്കുന്നോ, ആ സമയങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിൽ, നമ്മൾ മറ്റാരും കേൾക്കണ്ട, നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കെപ്പോഴും ഒരു പ്രാർത്ഥന ദൈവത്തോടുണ്ടായിരിക്കണം. അത് ഭയങ്കര വിടുതലും അനുഗ്രഹമാണ്. ഞാൻ ജീസസ് വിശ്വാസത്തിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയാം, അതിന് 91 സങ്കീർത്തനത്തിൻ്റെ 14 അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്ന്. 91 സങ്കീർത്തനം 14 വാക്യം പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? എന്തുവാണ് അവൻ എന്നോട്? അവനാരെ? മനുഷ്യൻ. എന്നോടാരുടെ? ദൈവത്തോട് അവൻ പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തോട് പറ്റിയിരിക്കേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് ദൈവത്തോട് പറ്റിയിരിക്കേണ്ടത്? നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് 2 കാശ് കിട്ടോ, അല്ലെങ്കിൽ അവിടെ ചർച്ചിൽ കൊണ്ട് 2 പൈസ കിട്ടോ അതൊന്നും അല്ല പറ്റിയിരിക്കുന്നത്. പറ്റിയിരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ സമ്പൂർണ്ണമായിട്ടും നമ്മളെ സത്യസന്ധമായിട്ടും ശുദ്ധ മനസ്സോടും കളങ്കമില്ലാത്ത ഹൃദയത്തോടും മനസ്സോടും കൂടി നമ്മൾ നന്മയൊക്കെ ചെയ്തുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ, അതായത് നന്മ ചെയ്യുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നന്മ ചെയ്യുന്നവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മുടെ ഇല്ലായ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരപ്പക്കഷ്ണം പോലും കൊടുത്താൽ അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നന്മ ചെയ്യുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പം നമ്മൾ അങ്ങനെ നന്മകൾ ചെയ്തും കൊണ്ട് അതോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം നടപ്പിലും വെടുപ്പിലും അല്ലെങ്കിൽ അടുക്കളയിലായാലും നമ്മളെ തുണി കഴിയുമ്പോഴോ പാത്രം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ദൈവമേ, അല്ലെ ദൈവത്തിനെ സ്തുതിക്കുന്ന പാട്ടുകളെ, അല്ലെ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും. അപ്പോൾ ഇപ്പം നമ്മുടെ ഭർത്താവോ മക്കളോ അല്ലെ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ യാത്ര പോകുന്ന കാര്യം നമ്മളോട് അറിഞ്ഞു, അല്ലെ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളന്നേരം അവരുടെ യാത്രയെ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അവരുടെ തിരിച്ച് അവർ വീട്ടിലെത്തുമ്പോഴും ഒരു കുഴപ്പമില്ലാതെ, ആപത്തും അനർത്ഥമില്ലാതെ, ദുർഘടന മരണത്തിൽ നിന്നൊക്കെയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് ആയുസ്സിൻ്റെ മധ്യ ജീവനെ എടുത്തു കളയാതെ കാത്തോളണമെന്നൊരു പ്രാർത്ഥനയുണ്ട്. പെട്ടെന്നുള്ള മരണവും ദുർമരണവും പെട്ടെന്നുള്ള മരണം ഈ ആക്സിഡൻറ്റൊക്കെ പറ്റി മരിക്കുന്നത്, ദുർമരണമാണ്. പിന്നെ തൊട്ട് ആത്മഹത്യയൊക്കെ ചെയ്ത് മനുഷ്യൻ സ്വയം ജീവിതത്തെയൊക്കെ നശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള, പിന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് പോകുന്നവരുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആത്മാക്കളൊന്നും നിത്യതയിൽ എത്തിച്ചേരാത്ത ഒരു സ്ഥിതിയാണ്. അപ്പം നനച്ചിരിക്കാതെ മരണത്തിലേക്ക് വിട്ടുപോകുന്നത്. അപ്പം നമ്മളെന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ചെയ്യാൻ പറ്റും. നമുക്കുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത്, അവരെ പ്രാർത്ഥിക്കാൻ, നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു യാത്രയിലാകുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുക, പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവരങ്ങ് എത്തിച്ചേരുവോളൂ. അവരെ ഏത് വാഹനത്തിൽ കൂടെ സഞ്ചരിച്ചാലും, ചെറുതും വലുതുമായ ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴെ സഞ്ചരിക്കുന്ന ഏത് വാഹനത്തിൽ കൂടെ സഞ്ചരിച്ചാലും ആപത്തും അനർത്ഥങ്ങളൊന്നും ഇല്ലാതെ അവരെ തക്ക സമയത്ത് യഥാസ്ഥാനപ്പെടുത്തണേ എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് അവരറിയണ്ട. ഇപ്പം അവരറിയണ്ട നമ്മളവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത്. അവരറിയണ്ട, അത് സാരമില്ല, അത് കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മളോടൊരു ഇതുണ്ട്, നമ്മളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നല്ലോ. അപ്പം നമ്മുടെ പ്രാർത്ഥനയും അവർക്കൊരു അനുഗ്രഹമായി തീർന്നു, അവരെ ഒരു കുഴപ്പമില്ലാതെ എത്തിച്ചേർന്നു. അപ്പം നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം അത് 1-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബിന് കഷ്ടങ്ങളാണെങ്കിൽ 42-ാം അധ്യായത്തിൽ ഇയ്യോബിനെ ദൈവം അതിയായിട്ട് അനുഗ്രഹിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, ഇയ്യോബിന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്നൊരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ടു. അത് ദൈവം തന്നെ ചെയ്തതാണ്, സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താണ് അങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പം സാത്താൻ ദൈവത്തിനോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇയ്യോബ് ഭയങ്കര സത്യസന്ധനും ദൈവഭക്തനും ഒക്കെയാണ്. അപ്പം സാത്താൻ ദൈവത്തിനോട് പറയുന്നത്, നിന്നെ അവൻ ത്യജിച്ചു പറയും, കണ്ടു അവനുള്ളതെല്ലാം നീ എടുത്തു കഴിയുന്ന ഉടനെ അവൻ നിന്നെ ത്യജിച്ചു പറയും എന്ന് പറയുന്നുണ്ട്. നിന്നെ ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവം അന്നേരം പറഞ്ഞു, എന്നാൽ അവനെ നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു, പക്ഷേ അവൻ്റെ ജീവനെ തുടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇയ്യോബിൻ്റെ
സർവ്വതും സാത്താൻ കവർന്നെടുത്തു. പുത്രന്മാരും ഭാര്യമാരും എല്ലാവരും എല്ലാം സ്വത്തുണ്ടായിരുന്ന എല്ലാം നശിച്ചു. ലാസ്റ്റിൽ പിന്നെ ചരങ്ങ് പിടിച്ചിങ്ങനെ ഒരു അവസ്ഥയിൽ ചിരട്ട ഓട്ട് കഷ്ണം കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും കൂട്ടുകാരൊക്കെ വന്നേയും ഇതായിട്ടൊക്കെ ചെയ്യും. പക്ഷേ ആ കഷ്ടത്തിലും തൻ്റെ ഭാര്യ പോലും യോബിനെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. നീ ഇനിയും ഇത്രയും കഷ്ടം നിനക്ക് തന്ന ഈ ദൈവത്തെ നീ ഇനിയും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യോബിൻ്റെ ഭാര്യ പോലും ഈ യോബിനോട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെ യോബ് പറയുന്ന ഒരു ഇതുണ്ട്, നേരത്തെ ദൈവം തന്ന നന്മയെല്ലാം നീ മറന്നുപോയോ എന്ന് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. നേരത്തെ ദൈവം നന്മയെല്ലാം തന്നപ്പം ദൈവം നല്ലതായിരുന്നു. പിന്നെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് ദൈവം കൊള്ളത്തില്ല. ഇതാണ് ഇന്ന് മനുഷ്യരുടെ മാനുഷികമായിട്ടുള്ള ഒരു ചിന്തനം. പിന്നെ ദൈവം എന്തിയേ? ദൈവം എല്ലാം തന്നെങ്കിൽ ദൈവം എല്ലാം എടുത്തെങ്കിൽ പിന്നെ ദൈവം എന്തിയേ? അപ്പോൾ എന്താണ് ഈ ദൈവം തരുന്നത് നമുക്ക് സമൃദ്ധിയിൽ നമ്മളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് നഷ്ടപ്പെടുമ്പോഴും നമുക്കെല്ലാം തന്ന ദൈവത്തെ നമ്മൾ തള്ളി പറയുമോ എന്നാണ് ദൈവം നമ്മളെപ്പറ്റി നോക്കുന്നതും ചിന്തിക്കുന്നതും. അതാണ് യോബ് പറയുന്നത്. പക്ഷേ യോബ് ചെയ്തില്ല. യോബ് അങ്ങനെ ചെയ്തില്ല. യോബ് എന്ത് കഷ്ടം വന്നിട്ടും എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും സകലതും നഷ്ടപ്പെട്ടു. ഭാര്യ പോണക്ക് തള്ളിപ്പറഞ്ഞു. ഭാര്യ പറയുന്നുണ്ട്, നീ ഇനി ദൈവത്തെ വിളിച്ചുകൊണ്ട് നിനക്ക് പോയി ചത്തുകൂടെ എന്ന് യോബിൻ്റെ ഭാര്യ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ യോബ് പറയുന്നത്, നേരത്തെ ലഭിച്ച നന്മകളെല്ലാം നീ മറന്നുപോയോ ദൈവം തന്നത്? ഇപ്പം കഷ്ടം വന്നപ്പം ദൈവത്തെ തള്ളിപ്പറയുന്നു എന്ന് ഭാര്യയോട് ചോദിക്കുന്നിരുന്നുണ്ട്. പക്ഷേങ്കിൽ യോബിൻ്റെ യോബിന് കഠിനമായ ഭക്തിയും വിശ്വാസമാണ്. അത് കാരണം യോബ് ദൈവത്തെ തള്ളി പറയുന്നില്ല. ആ കഷ്ടം അനുഭവിക്കുമ്പോഴും യോബ് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ മറുത്തും തള്ളിയും പറയുന്നില്ല. അതുകൊണ്ടാണ് 1-ാമത്തെ അധ്യായം തൊട്ട് കഷ്ടം ആയിരുന്നെങ്കിൽ 42-ാം അധ്യായത്തിൽ യോബിന് ഇരട്ടിയായിട്ട് ദൈവം എല്ലാം ഗുണിച്ചു. ദൈവം സാത്താൻ എന്ത് പരീക്ഷണങ്ങൾ എടുത്തു. പക്ഷേ സാത്താൻ ജയിച്ചു. അപ്പോൾ സാത്താൻ കൊടുത്ത ആ പരീക്ഷണങ്ങളെല്ലാം യോബ് ഏറ്റെടുത്തു. അനുഭവിച്ച കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും എല്ലാം അനുഭവിച്ച് ചാരത്തിലിരുന്നുള്ള അവസ്ഥയാണല്ലോ യോബിൻ്റെ അനുഭവിച്ചു. എന്നിട്ട് യോബിൻ്റെ ജീവന് മാത്രം ഒരു കുഴപ്പവും വന്നില്ല. കാരണം ദൈവം അത് സംരക്ഷിച്ചു. എന്നിട്ട് യോബിൻ്റെ ആ വിശ്വാസം, ഇത്രയും കഷ്ടങ്ങൾ വന്നിട്ടും യോബ് ദൈവത്തെ ഒരു പ്രാവശ്യം പോലും തള്ളിപ്പറയാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ തന്നെ വിശ്വസിച്ചും ദൈവത്തിന് മഹത്വം കൊടുത്തും, നിനക്കെന്നെ തകർക്കാനാണെങ്കിൽ ഇഷ്ടം അങ്ങനെ എന്ന് ദൈവത്തിനോട് പറയുകയാണ്. യോബ് പറയുകയാണ്, എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദമൊക്കെ നീ കേൾക്കുന്നില്ലേ, എങ്കിലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് യോബ് പറയുന്നത്. അങ്ങനെയാണ് ആ ലാസ്റ്റ് 42-ാം അധ്യായത്തിൽ യോബിന് എല്ലാം ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു കൊടുക്കുന്ന ആ ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് പലരും എന്നെ സംബന്ധിച്ച് പറയാമെന്ന് എനിക്കും യോബിൻ്റെ അവസ്ഥയാണ്. ഈ അവസ്ഥകളിലൊക്കെ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എല്ലാം തന്നു, എല്ലാം പ്രാർത്ഥിച്ചു, എല്ലാം തന്നു, എല്ലാം കിട്ടി, ഒന്നും കിട്ടാഴികയില്ല. പക്ഷേ ചില നഷ്ടങ്ങൾ ഇപ്പം വന്നപ്പോഴും ആ ദൈവത്തിലുള്ള വിശ്വാസം പറ്റില്ല. കാരണം ആ ദൈവമാണ് അന്ന് തന്നത്. അന്നും ആ ദൈവത്തെയാണ് വിളിച്ചത്, ഇന്നും ഈ ദൈവത്തെയാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് ചിലർ ചോദിക്കാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് എന്നോ കിട്ടി എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, അയ്യോ ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന ഉടനെ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പ്രളയവും ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തിയ ദൈവമെന്ന്. ഈ എന്തിയ ദൈവമെന്ന് ചോദിക്കുന്നവർ അവർ ചിന്തിക്കുന്നില്ല, ദൈവം എപ്പോഴും എന്താ ചെയ്തിട്ടുള്ളത്? ഭൂമിയിൽ അതിക്രമം കൂടുമ്പോൾ മനുഷ്യനെ നേരെയും ചൊവ്വയുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും. എന്നിട്ട് ആ മനുഷ്യൻ അനേക ഉപായങ്ങളെ തിരഞ്ഞ് ദൈവത്തിന് വിരോധമായിട്ട് എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട്, ഇപ്പം ദൈവം പറയുന്നുണ്ട്, ലോകത്തിൽ കുറ്റകൃത്യങ്ങളും മറ്റു കാര്യങ്ങളും മനുഷ്യന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞാൻ ഇടപെടുമെന്ന് ദൈവം പറയുന്നുണ്ട്. അതാണ് ദൈവം ചെയ്യുന്നത്. അപ്പം ഈ ദൈവം എവിടെ പ്രാർത്ഥിച്ചിട്ട് എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ, അവർ ചിന്തിക്കുന്നില്ല, അവർ യഥാർത്ഥമായിട്ട് ദൈവത്തെ വിളിച്ചോ? അവരെന്ത് പ്രവൃത്തികൾ ചെയ്തിട്ടാണ് ഈ പറയുന്നത്? അവരെന്ത് പ്രവൃത്തികൾ ചെയ്തിട്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത് എന്നവർ ചിന്തിക്കുന്നില്ല. അതാണ് ദൈവത്തിനോടുള്ള ഒരു ഭക്തി. ദൈവത്തിനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ?
എന്നും അമ്പലത്തിൽ പോകുന്നതോ എന്ന് ചർച്ചിൽ പോകുന്നതോ എന്ന് മസ്ജിദിൽ പോകുന്നതോ ഒന്നും അല്ല ദൈവത്തിനോടുള്ള ഭക്തി. അത് മാത്രമല്ല, എന്നും പള്ളിയിൽ പോകുന്ന ഒരാൾ വിശ്വാസിയാണോ? എന്നും അമ്പലത്തിൽ പോകുന്ന ഒരാൾ നല്ല വിശ്വാസിയാണോ? എന്നും മസ്ജിദിൽ പോകുന്ന ആണോ? അല്ല, ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. നിൻ്റെ പ്രവൃത്തികളാണ്, അതിൻ്റെ പ്രവൃത്തികളാണ്, ആ പ്രവൃത്തികളാണ്. എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്യുന്നതെന്നാണ് ദൈവം നോക്കുന്നത്. നീനെ ആന്തരികമായിട്ടും പുറമേയും ബാഹ്യമേയും എല്ലാം അകമേയും എല്ലാം അറിയുന്നത് ദൈവമാണ് അല്ലേ? നീ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് പറയുന്നു, എന്തെടുക്കുന്നു, ഇതൊന്നും മറ്റൊരാൾ അറിയുന്നില്ലെങ്കിലും എടുക്കുന്നില്ല. ഇതെല്ലാം മുകളിലിരുന്ന ഒരാൾ വീക്ഷിക്കുന്നുണ്ട്. ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ലല്ലോ. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. ദൈവം മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. ദൈവം അല്ലേ ഓരോ നിമിഷവും വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരുടെ പ്രവൃത്തികൾ, സംസാരങ്ങൾ. നമുക്ക് മനുഷ്യരെ മറയ്ക്കാൻ പറ്റും, മറ്റു പലതും മനുഷ്യരെ മറയ്ക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒന്നും വെളിപ്പെടാതിരിക്കുകയില്ലെന്ന് ദൈവത്തിൻ്റെ സത്യവചനം പറയുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന ഒന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അതതിൻ്റെ സമയമാകുമ്പം വെളിപ്പെട്ട് വരും. അങ്ങനെയല്ലേ? പ്രകൃതിയുടെ നിയമമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്, നമ്മുടെ നിയമമല്ല. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു നമുക്ക് അനുഗ്രഹവും നമുക്ക് അത്യാവശ്യവും നമ്മൾ ചെയ്തിരിക്കേണ്ടത്. പ്രാർത്ഥന ഒരു ആയുധമാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഇല്ലായ്മയിലും വേദനയിലും രോഗത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മളെ ബലപ്പെടുത്തുന്നതോ നമുക്ക് ആശ്വാസം തരുന്നതോ ഒക്കെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഏത് ഫെഡപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വന്നാലും നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് ബലം പ്രാപിക്കാൻ പറ്റും. പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, വെറും പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന. അതും മറ്റുള്ളവരെ നമ്മൾ ദ്രോഹിക്കാതെയും മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്തു എടുത്തും നല്ല കരുണയും ദയയുള്ള ഒരു ഹൃദയം. നമ്മൾ ദാനങ്ങൾ നമ്മുടെ ഇല്ലായ്മയിൽ നിന്നൊക്കെ നമുക്കിപ്പം ഒരു അടുത്തൊരാളിരുന്ന് നമുക്ക് കരയുന്ന കണ്ടാലേ, അല്ലേ കണ്ണ് നിറയിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടാലോ, അല്ലെ അങ്ങനെയത്രയുള്ള ഒരു സംഭവം, ഈവൺ ഒരു വാർത്ത പോലും അങ്ങനെ നമ്മൾ അതെന്നെ എനിക്കെന്നാ ചെയ്തത്, എനിക്കല്ലേ. പക്ഷേ അവിടെ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടോ? അതെൻ്റെ പ്രശ്നമല്ല, അത് വേറൊരു വ്യക്തി. പക്ഷേ വേറൊരു വ്യക്തിയുടെ ആ പ്രശ്നം കാണുമ്പോഴും എടുക്കുമ്പോഴും നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടോ? അത് നമുക്ക് വലിയ അതാണ് അവരുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. അതാണ് ഹൃദയം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയമുള്ളവരും ദൈവമുള്ളിൽ വസിക്കുന്നവരുടെയും കണ്ണ് നിറയും. അത് അതാണ് കരുണയും ദയയും. നമ്മൾ ഒരാളുടെ ദുഃഖം കാണുമ്പോൾ അവർക്കങ്ങനെ വന്നല്ലോ, അല്ലെ അവർക്കിങ്ങനെ അങ്ങനെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും, അതാണ് ദൈവം പറയുന്നത്. ഒരു വിവാഹ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഒരു സഭാപ്രസംഗിയുടെ അധ്യായത്തിലാണ് പറയുന്നുണ്ട്, നിങ്ങളെ വിവാഹ വീട്ടിൽ പോയില്ലെങ്കിൽ നിങ്ങൾ മരണ വീട്ടിൽ പോകണമെന്ന്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് ദുഃഖത്തിൻ്റെ ഇടമാണ്. മരണ വീടെന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ഇതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അത് മറ്റേ സന്തോഷത്തിൻ്റെ അവിടെ പോയില്ലെങ്കിൽ നിങ്ങൾ മരണ വീട്ടിൽ പോകുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇരുന്നാൽ, നമ്മളിൽ നല്ല ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ സത്യസന്ധമായ പ്രാർത്ഥന നമ്മൾ ചെയ്താൽ നമുക്ക് കണ്ണിക്കൊള്ളാനുള്ള പലതും നമുക്ക് പിരിയത്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഒരു വീട്ടിൽ ഒരാളെങ്കിലും, വചനം പറയുന്നത് അങ്ങനെയാണ്, ഒരു വീട്ടിൽ ഒരാളെങ്കിലും ദൈവത്തെ വിളിക്കുന്നവരുണ്ടെങ്കിൽ, സത്യസന്ധമായി ദൈവത്തെ അറിയുന്നുണ്ട്, ഈ കുടുംബാംഗങ്ങളിലുള്ള എല്ലാവർക്കും വരാവുന്ന ആപത്തും അനർത്ഥങ്ങളും ഒഴിഞ്ഞു പോകും. അവരിപ്പോൾ ദൈവത്തെ വിളിക്കുന്നില്ല, എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, കുടുംബത്തിൽ ഒരാളെങ്കിലും ദൈവത്തെ വിളിക്കുന്നവരുണ്ടോ, അവരുടെ ആ പ്രാർത്ഥന മുഖാന്തരം ആ കുടുംബത്തിലെ, ഇപ്പോൾ ഒരു ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഭാര്യയുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ആയിരിക്കും ആ ഭർത്താവും ആ കുഞ്ഞുങ്ങളും അവർക്കൊന്നും ഒരു ആപത്തും അനർത്ഥങ്ങളില്ല ദൈവം നിർത്തുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്തുവാ, ഞങ്ങൾ ദൈവത്തെ ഒന്നും വിളിക്കുന്നില്ല, ഇവരിരുന്ന് എപ്പോഴും വിളിക്കുന്നു, ഞങ്ങൾ വിളിക്കുന്നത്, പക്ഷേ ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്നാണ് അവരുടെ ചിന്ത. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് അത് സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന് ഒരിക്കലും പരാജയമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ പിന്നീട് അവന് ബലം ലഭിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒരിക്കലും, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവന് ദൈവം സ്നേഹിക്കുന്നവർക്കാണ്, ദൈവം കൂടുതലായിട്ട് സ്നേഹിക്കുന്നവർക്കാണ് കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഈ കൊടുക്കുന്ന സങ്കടങ്ങളൊക്കെ. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് അവർക്ക് അനുഭവിക്കുന്നതിലും അവർ വീണു പോകില്ല എന്ന് കാണുന്നവരുടെക്കാണ് ദൈവം അങ്ങനെ കൊടുക്കുന്നത്, വേദനകളെ കൊടുക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റവും വലിയൊരു ആയുധമാണ്. നമ്മൾ ഏത് സമയത്ത് നമ്മൾ എന്തൊരു കാര്യം തുടങ്ങിയാലും നമ്മൾ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കണം, ദൈവത്തെ വിളിക്കണം. അത് ഏത് ഇതിലും ആയിക്കോട്ടെ, പക്ഷേ ദൈവത്തിനെ വിളിക്കണം.
ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഓരോ മതത്തിലുള്ളതനുസരിച്ച്, പക്ഷേങ്കിൽ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കണം. ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന വേണം. ഇപ്പം നമ്മൾ ഈ പുറമേ കാണിക്കാൻ നമ്മൾ കുറേ ഭക്തി കാണിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവം അറിയുന്നുണ്ട്, ഉള്ളിലെ കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്, പ്രാർത്ഥിക്കുക. എല്ലാവരും അവരവരുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ എടുക്കുന്നു ലോകത്തിൻ്റെ സമാധാനത്തിനും നമ്മുടെ കുടുംബത്തിലെ സമാധാനത്തിനും നമ്മുടെ മക്കളും നമ്മൾ അറിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ഒരിക്കലും സ്വാർത്ഥമായിരിക്കരുത്. ഒരിക്കലും പ്രാർത്ഥന സ്വാർത്ഥമായിരിക്കരുത്. പിന്നെ നമ്മൾ ഒരു ആൾ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക, അതും പാവമാണ്. ഇപ്പോൾ പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇന്ന് പ്രാർത്ഥനയാണ് കുറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്കാർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയുന്നവരാണ് ആൾക്കാർ ഇന്നും കൂടുതലുള്ളത്. അതുകൊണ്ട് അവൻ എന്നോട് 91 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറയുന്നത്. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടെപ്പോഴും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും ദൈവത്തെ വിളിക്കുക, ദൈവസന്നിധിയിൽ വിനീതരായി കഴിയുക. നമുക്ക് ചെയ്യാവുന്ന ചെറുതായ പോലും നന്മകളെ ചെയ്യുക. അതൊക്കെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് പറ്റിയിരിക്കുന്നത്. അല്ലാത്ത ദൈവം പറ്റിയിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ഇരിക്കുന്നു, നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ടാണ് പല ആപത്തുകളും അനർത്ഥങ്ങളും പല പ്രതികൂല പ്രതിസന്ധി മേഖലകളിലൊക്കെയും അതൊക്കെ മാറിപ്പോയി നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും അതിന് നന്ദി പറഞ്ഞാലും വരില്ല. അപ്പം ദൈവത്തെ മറത്തു പറയാതെ ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം ദൈവം വരുത്തട്ടെ. ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് പിന്നീടൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നമസ്കാരം.